മൈ ചാനൽ. ഇന്നിപ്പം ഞങ്ങൾ പോകുന്ന ഷാർജയിലോട്ടാണ്, സ്പെസിഫിക്കലി ഷാർജ പെറ്റ് മാർക്കറ്റ്. സോ ഒരു ബേർഡിനെ വാങ്ങാനാണ് പോകുന്നത്. ബേർഡ് എന്ന് പറയുമ്പോൾ എനിക്ക് ആക്ച്വലി ഞാനൊരു ബേർഡിനെ വാങ്ങാൻ പോകുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഒരു കാറ്റ് ലവറാണ്. അങ്ങനെയുള്ള ഞാനൊരു ബേർഡ് ലവർ ആവാനുള്ള റീസൺ ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക്. സോ ദിസ് ഇസ് ദ റീസൺ. ഈ കിടക്കുന്ന ആളാണ് അതിനുള്ള റീസൺ. ഇവൻ്റെ പേരാണ് ലുക്കു. എൻ്റെ ഇൻസ്റ്റഗ്രാം വാട്സാപ്പ് വ്യൂവേഴ്സൊക്കെ ആണെങ്കിൽ അറിയായിരിക്കും, കാരണം ഞാൻ അധികം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. ലുക്കുവിനെ ഞങ്ങൾ വാങ്ങിയതല്ല, ആദ്യത്തിന് ആക്ച്വലി കിട്ടിയതാണ്, റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നതാണ്. ആൾ പാവമാണ് കേട്ടോ, നല്ല അനുസരണയുള്ള കുട്ടിയാണ്, എന്ത് പറഞ്ഞാലും അതുപോലെ ചെയ്യും. അങ്ങനെ ലുക്കു വന്നതിന് ശേഷമാണ് പല ബേർഡ് വീഡിയോസൊക്കെ കണ്ട് അങ്ങനെ എന്താ പറയുക, സജഷൻ ഫുൾ ബേർഡ് വീഡിയോസാണ് എൻ്റെ യൂട്യൂബിൽ. അങ്ങനെയാണ് ഒരു ബേർഡിനെ കൂടി വേണം തോന്നിയത്. ഈ ലൊക്കേഷൻ അൽ ജുബൈലിലാണ്, ഷാർജ ബസ് സ്റ്റേഷൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് വരിക. ഞങ്ങളെത്തി. ഇതാണ് ബേർഡ്സ് ആൻഡ് ആനിമൽസ് മാർക്കറ്റ്. ഇതൊരു ലോങ് കോറിഡോർ പോലെയാണ്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഫുൾ സ്റ്റോർസ് ആയിട്ട് ഇവിടെ ഫിഷും ബേർഡ്സ് ആനിമൽസ് എല്ലാം ഉണ്ട്. വീഡിയോ എനിക്ക് ഫുൾ പ്രോപ്പറായി എടുക്കാൻ പറ്റിയില്ല, കാരണം ചില സ്ഥലത്ത് ക്യാമറ പ്രൊഹിബിറ്റഡ് ആയിരുന്നു. അയ്യോ എന്ത് ക്യൂട്ടാണ്, ഇവരൊക്കെ ഉറങ്ങുമായിരുന്നു രണ്ടുപേരും. ഇതാണ് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് വേണം എന്നുള്ളൊരു ബേർഡാണ്. ഭയങ്കര ഇൻ്റലിജൻ്റ് ആണിത്, എക്സ്പെൻസീവും ആണ് അറ്റ് ദ സെയിം ടൈം. പിന്നെ ഇതാണ് മക്കാവ്. എഗെയിൻ എക്സ്പെൻസീവ് ആയിട്ടുള്ള വേറൊരു പാരറ്റാണ്. ഇതാണ് ബജ്ജീസ്. നമ്മളെ ലുക്കുവിന് സെയിം ആൾക്കാരാണ്. നല്ല ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കളേഴ്സ് ഉണ്ടായിരുന്നു. ഇതാണ് ഫാൽക്കൺസ്, UAE നാഷണൽ ബേർഡാണ്. ഈവൻ പീകോക്ക് വരെ സെയിലിനുണ്ടായിരുന്നു. ചെറിയ ഏജ് ആയിപ്പോയെന്ന് തോന്നി. അങ്ങനെ പെട്ടെന്നൊരു ഷോപ്പിൽ കയറിയപ്പോഴാണ് ഇങ്ങനെ ഒരാളിരിക്കുന്ന കണ്ടത്. ആള് കൂളായിട്ട് ഇങ്ങനെ പുറമേ ഇരിക്കുമായിരുന്നു, കേജിലൊന്നല്ലായിരുന്നു. പെട്ടെന്ന് കയ്യിലും വന്നു. എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന സെയിം ബേർഡ് തന്നെയാണ്, അതിനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതും സെയിം കളറിനെ തന്നെയാണ് കിട്ടിയത്. സോ ഞങ്ങൾ എടുത്തു. ഞങ്ങളിതിനെ വാങ്ങുന്നതിന് മുമ്പ് തന്നെ 2-3 നെയിംസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പിക്കച്ചു എന്നുള്ള പേരാണ് ഇവന് ശരിക്കും ആപ്റ്റായിട്ട് തോന്നിയത്. സോ അങ്ങനെയാണ് പേര് കൺഫേം ആയത്. ഇവിടെ കമ്പാരിറ്റീവ്ലി കേജും പിന്നെ ബാക്കിയുള്ള ഐറ്റംസിനൊക്കെ പ്രൈസ് നല്ല റീസണബിൾ പ്രൈസാണ്. നമുക്ക് എന്തായാലും കുറച്ചൊരു വലിയ കേജ് വേണമായിരുന്നു. ഇതാണ് കൺഫേം ചെയ്തത്. ഫുഡും വാങ്ങി. ഇതൊക്കെ കേജ് ടോയ്സ് ആണ്. ഓൾറെഡി ലുക്കൂടെ കുറച്ച് ടോയ്സ് വീട്ടിലുണ്ടായിരുന്നു, പിന്നെ അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ട്രീ പേർച്ച് മാത്രമാണ് വാങ്ങിയത് എക്സ്ട്രാ. പിന്നെ ഓപ്പോസിറ്റ് ഒരു വെറ്റിനറി സെൻറ്റർ കൂടി ഉണ്ട് ഇവിടെ തന്നെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലെത്തി. ബോക്സ് ഓപ്പൺ ചെയ്യാണ്. ലുക്കു എന്താണാവോ ബോക്സിൽ നിന്ന് ഇപ്പോൾ വരാൻ പോകുന്നതെന്നുള്ള ആകാംക്ഷയോടെ കാത്തിരിക്കുമായിരുന്നു. ലുക്കുവിൻ്റെ റിയാക്ഷൻ ആയിരുന്നു മെയിനായിട്ട് ഞാൻ കാണേണ്ടിയിരുന്നത്. ഇതെന്താണ് പിക്കാച്ചു ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തോ ആണ്.
സോ ലുക്കു ആണോ പിക്കാച്ചു ആണോ ആരെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് കൂടുതലും അതെൻ്റെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ സ്പെഷ്യൽ വീഡിയോ. സോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി കാണുന്നത് വരെ ടാറ്റാ.